ഹായ് ഓൾ, ദിസ് ഇസ് അപർണ ഫ്രം പ്രിയ ഡെലിസ് ആൻഡ് ബുട്ടീക്ക്. ഞാൻ ഇന്ന് കാണിക്കുന്നത് ചിക്കൻ കറി സെൽവാസ് കളക്ഷൻസ് ആണ്. നമ്മൾ ഒരുപാട് തവണ റീസ്റ്റോക്ക് ചെയ്യുന്ന പ്രൊഡക്റ്റ് ആണ്. ഇതാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. നിങ്ങൾ ഏറ്റവും കൂടുതൽ എൻക്വയറി വരുന്ന കളേഴ്സ് ആണ് നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിൽ നമുക്ക് എല്ലാവർക്കും ഡൗട്ട് ഇതിന്റെ ഒരു നമുക്കിത് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. നമുക്ക് ഒറ്റ ഇതിലാണ് വരുന്നത്. ഇപ്പൊ സാരിയൊക്കെ വരുന്ന പോലെ ഒരേപോലെ ഇങ്ങനെയാണ് നമുക്ക് ഈ ഒരു ഫാബ്രിക് വരുന്നത്. അപ്പൊ എങ്ങനെ കട്ട് ചെയ്തെടുക്കും, ഇതിന്റെ ബോട്ടം എങ്ങനെ വരും, അങ്ങനെ ഒരു കൺഫ്യൂഷൻ പറയാറുണ്ട്. നമുക്ക് എല്ലാം ജോർജറ്റ് ആണ് ഫാബ്രിക് വരുന്നത്. ജോർജറ്റ് ഫാബ്രിക്കിൽ ചിക്കൻ കറി വോക്കാണ് ശരിക്കും. ഞാൻ ഈ വേറെ ചെയ്തിരിക്കുന്ന സെയിം കോൺസെപ്റ്റ്. ഇതിൽ നമുക്ക് ഫ്രണ്ട് പോർഷനിൽ ഇതുപോലെ വർക്ക് വരും. ഈ ഒരു വർക്കാണ് ഞാൻ ഈ ഫ്രണ്ട് പോർഷനിൽ ഈ ഒരു പാനൽ കട്ടിൽ വരുന്നത്. അതിന്റെ നമുക്ക് ബാക്ക് സൈഡിലും ഈ ഒരു മോട്ടീഫും വർക്ക് നമുക്ക് വരുന്നുണ്ട്. ബാക്ക് സൈഡിലും നമുക്ക് ഈ ഒരു സെയിം വരുന്നുണ്ട്. ബാക്ക് സൈഡിൽ തിക്ക് വർക്ക് അല്ല, ഇതുപോലെ സിമ്പിൾ ആയിട്ടുള്ള സ്കാരഡ് ആയിട്ട് ചെറിയൊരു വർക്ക് മോട്ടീഫാണ് വരുന്നത്. പിന്നെ നമുക്ക് വന്നിരിക്കുന്നത് സ്ലീവ് ആണ്. സ്ലീവിലും നമുക്ക് ഫുൾ സ്ലീവ് ചെയ്യാം. സ്ലീവിലും ചെറിയ വർക്ക് വിത്ത് ബോർഡർ ആണ് വരുന്നത്. അപ്പൊ നെക്സ്റ്റ് നമുക്ക് വരുന്നത് സ്ലീവ് പോർഷൻ ആണ്. ഇതുണ്ട് സ്ലീവില് ചെറിയൊരു ബോർഡർ പിന്നെ വർക്ക് അങ്ങനെയാണ് വരുന്നത്. ഇതുണ്ട് സ്ലീവ് ബോർഡർ വരും. പിന്നെ നമുക്ക് വന്നിരിക്കുന്ന ബോട്ടം ആണ്. ബോട്ടം നമുക്ക് ജോർജറ്റ് ഫാബ്രിക്കിൽ അപ്പൊ ലൈനിങ് ഇട്ട് സ്റ്റിച്ച് ചെയ്യേണ്ടി വരും. നിങ്ങൾക്ക് ഒരു സെമി പലോസോ ഒക്കെ ചെയ്യാവുന്നതാണ്. ബോട്ടത്തിന്റെ എൻഡ് പോർഷനിൽ നമുക്ക് ചെറിയ വർക്കാണ് കൊടുത്തിരിക്കുന്നത്. അതാണ് ബോട്ടത്തിന്റെ എൻഡ് വരുന്നത്. എൻഡിൽ വിത്ത് ബോർഡർ വിത്ത് വർക്ക്. ഞാൻ ഈ വേറെ ചെയ്തിരിക്കുന്ന പോലെ തന്നെ ഞാനിപ്പോൾ ഒരു സെമി പലോസോ ചെയ്തിട്ടുണ്ട്. ആ ഒരു വർക്ക് നമുക്ക് ദാമനിൽ വരും. പിന്നെ നമുക്ക് വന്നിരിക്കുന്ന ദുപ്പട്ടയാണ്. ദുപ്പട്ടയും നമുക്ക് ഈ ജോർജറ്റ് ഫാബ്രിക്കിൽ തന്നെ ഇതുണ്ട്. ഇവരൊരു ബോർഡർ വരും. സെന്ററിലൊക്കെ സ്കാരഡ് ആയിട്ട് ചെറിയ ആ ഒരു ചിക്കൻ കറി വർക്ക് വരും. ഇങ്ങനെയാണ് നമുക്ക് അതിൻ്റെ ഒരു പാറ്റേൺ വരുന്നത്. നമുക്കിതിൽ ഒരുപാട് കളേഴ്സ് വന്നിട്ട് നമുക്ക് കളേഴ്സ് കണ്ടു നോക്കാം. ഫസ്റ്റ് കളർ വരുന്നത് ഗ്രീൻ ഷെയ്ഡാണ്. നെക്സ്റ്റ് കളർ വന്നിരിക്കുന്നത് റോസ് ഷെയ്ഡാണ്. നെക്സ്റ്റ് കളർ വന്നിരിക്കുന്നത് ബ്ലാക്ക് ഷെയ്ഡാണ്. ബ്ലാക്കിൽ നമുക്ക് സെയിം ത്രെഡിട്ടാണ് വർക്ക് വന്നിരിക്കുന്നത്. ആ ഒരു കോൺസെപ്റ്റും എല്ലാവർക്കും ഫേവറേറ്റ് ഉണ്ട്. ബ്ലാക്കിൽ സെയിം ടോൺ വരുന്നത്. ആ ത്രെഡ് നമുക്ക് സെയിം കളറാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് നെക്സ്റ്റ് കളർ വന്നിരിക്കുന്നത് ബ്ലൂ ഷെയ്ഡാണ്. നെക്സ്റ്റ് കളർ വന്നിരിക്കുന്നത് ഒരു ഗ്രേപ്പ് ഷെയ്ഡാണ്. നമുക്ക് നെക്സ്റ്റ് കളർ വന്നിരിക്കുന്നത് പീച്ച് ഷെയ്ഡാണ്. നമുക്ക് നെക്സ്റ്റ് കളർ വന്നിരിക്കുന്നത് ബ്ലൂ ഷാഷ് ഷെയ്ഡ് ആണ്. നമുക്ക് ആ ഒരു കാൻഡിഡ് ബ്ലൂ ആ ഒരു കളറാണ് വന്നിരുന്നത്. അതും ആഷ് കൂടെ മിക്സ് ആയിട്ടുള്ള കോമ്പിനേഷൻ ആണ്. നമുക്ക് നെക്സ്റ്റ് കളർ വന്നിരിക്കുന്നത് പീച്ച് ഷെയ്ഡ് ആണ്. നമുക്ക് നെക്സ്റ്റ് കളർ വന്നിരിക്കുന്നത് പിങ്ക് ഷെയ്ഡ് ആണ്. നമുക്ക് നെക്സ്റ്റ് കളർ വന്നിരിക്കുന്നത് ലാവൻഡർ ഷെയ്ഡ് ആണ്. നെക്സ്റ്റ് കളർ വന്നിരിക്കുന്നത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ ആണ്. നോർമലി നമുക്ക് ബ്ലാക്ക് നമ്മൾ കൊണ്ടുവരുന്ന സെയിം ത്രെഡ് ആണ്. ഇപ്രാവശ്യം നമുക്ക് ബ്ലാക്കിൽ വൈറ്റ് കളർ ത്രെഡിട്ടാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ലാസ്റ്റ് കളർ വന്നിരിക്കുന്നത് ക്രീം ഷെയ്ഡ് ആണ്.